പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും കണ്ടിരിക്കേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പുതിയ സർക്കാർ, അതായത് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഉള്ള ഒരു തുകയുടെ വിതരണം നടത്തുകയുണ്ടായി. ഇതിലെ കറക്റ്റായിട്ട് പറഞ്ഞ ഡേറ്റിൽ നിന്നും ഒരു ദിവസം മുന്നോട്ട് മാറിയുള്ള ഒരു സമയത്താണ് ഈ ഒരു തുകയുടെ വിതരണം നടന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 25-ാം തീയതി പറഞ്ഞു, 26-ാം തീയതിയോടുകൂടി തന്നെ തുക പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി. പക്ഷേ ചില മേഖലകളിൽ കൈകളിലേക്ക് തുക വാങ്ങുന്ന ആളുകളിലേക്ക് തുക കറക്റ്റ് സമയത്ത് എത്തിയിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു പരാതി ഉയരുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പലതരത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങളും ഈ ഒരു കാര്യത്തിൽ വരികയും ചെയ്തു. പക്ഷേ ഇതൊന്നുമല്ല നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ക്ഷേമ പെൻഷൻ്റെ വർധനവാണ്. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ്റെ വർധനവ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ വർധനവ് ഉണ്ടാകും. ആദ്യത്തെ തന്നെ നമ്മുടെ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് മുൻപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും പുതിയ നയപ്രഖ്യാപനങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. ഈ ഒരു നയപ്രഖ്യാപനങ്ങളിൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുമുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഏത് രാഷ്ട്രീയ മുന്നണി അധികാരത്തിൽ വന്നാലും അവരെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷൻ കൂടുതൽ തരാം, അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചേക്കാം, ഇപ്പോൾ തന്നെ ഞാൻ ശരിയാക്കി തരും എന്ന് പറഞ്ഞു വരുന്ന പല ആളുകളും ഘട്ടം ഘട്ടമായി കുറച്ച് തുക വർദ്ധിപ്പിക്കും. അതിനുശേഷം പറഞ്ഞ രീതിയിലല്ലാതെ ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യവുമില്ല. അല്ലെങ്കിൽ എന്താണോ മുൻപ് പറഞ്ഞത് ആ ഒരു കാര്യങ്ങൾ വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ആ ഒരു രീതിയിലേക്കാണോ ഇപ്പോൾ പോകുന്നത് എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പല ആളുകളും ഇലക്ഷന് മുമ്പാകെ തന്നെ നമ്മളോടൊക്കെ തന്നെ സംസാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എനിക്ക് 3000 രൂപ പെൻഷൻ ആദ്യത്തെ മാസം തന്നെ ലഭിക്കും. പക്ഷേ ഇതുവരെയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ നയപ്രഖ്യാപനത്തിൽ ഒന്നും തന്നെ ഈ ക്ഷേമ പെൻഷൻ 3000 രൂപയൊക്കെയായി വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പോലും പറഞ്ഞിട്ടും ഇല്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുൻപ് LDF സർക്കാർ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്ന തുക ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ 3000 രൂപയിലേക്ക് വരെ എത്തിക്കുമെന്നുള്ള ചില പ്രഖ്യാപനങ്ങളാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇതിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥ കണ്ട് ഇപ്പോൾ തുക കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിലൊരു പ്രശ്നം തന്നെയാണ്. പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ധവളപത്രമൊക്കെ ഇറക്കി അതിന് ആനുപാതികമായൊക്കെ ആയിരിക്കും ഈ ഒരു നടപടി ഉണ്ടാകുക. പക്ഷേ ഈ ഒരു പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പോലും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇലക്ഷന് മുമ്പ്, ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഇതെല്ലാം വർദ്ധിപ്പിക്കും, എല്ലാം ശരിയാക്കി തരും എന്ന് പറഞ്ഞിരുന്ന രാഷ്ട്രീയ കക്ഷികളാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾക്ക് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതല്ലായിരിക്കും. എന്തിനായാലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3000 രൂപ ക്ഷേമ പെൻഷൻ കാത്തിരുന്ന ആളുകളെല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഉടനെ എങ്ങും ഈ ഒരു തുക വർദ്ധിപ്പിക്കാനുള്ളൊരു സാഹചര്യമില്ല, അതിനുള്ളൊരു സാമ്പത്തിക ശേഷി കൂടിയില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇലക്ഷൻ്റെ സമയത്ത് പല രീതിയിലുള്ള തള്ളുകൾ പറയും. അതിലൊന്നായിട്ട് ഇത് പ്രതീക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരും. അല്ലെങ്കിൽ ഇത് വർധന ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഇലക്ഷനോടൊക്കെ അടുത്ത എന്തെങ്കിലും ഒരു 5 വർഷ കാലയളവിൽ ഏതെങ്കിലും ഒരു സമയത്തോ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമേ ഉണ്ടാവുകയുള്ളൂ. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക.